നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, സിനിമാ നടൻ രവികുമാർ മേനോൻ്റെ 1-ാം ചരമവാർഷിക ദിനമാണ്. ആത്മാവിന് ഒരിക്കൽ കൂടി നിത്യശാന്തി നേർന്നുകൊണ്ട്. ബഹുമാന്യരെ, ഗൾഫ് നാടുകളിൽ നിന്ന് ക്രൂഡ് ഓയിൽ കയറ്റി വരുന്ന ഒരു ടാങ്കർ കടലിൽ വച്ച് അപകടം സംഭവിച്ചാൽ അവർ SOS സന്ദേശം വയ്ക്കും. സേവ് അവർ സോൾ എന്നാണ്. ആ സന്ദേശം കിട്ടിയാൽ ഭൂമിയിലുള്ള എല്ലാ ഓഫീസേഴ്സും അവർ ജീവൻ രക്ഷിക്കണം എന്നുള്ള അറിയിപ്പാണ് കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വില വെച്ച് നോക്കിയാൽ ഒരു ടാങ്കറും അതിനകത്തുള്ള ഓയിൽ ഉൾപ്പെടെ, ക്രൂഡ് ഓയിൽ ഉൾപ്പെടെ ആയിരക്കണക്കിന് കോടി രൂപ വിലയുണ്ട്. അപ്പോൾ ആയിരക്കണക്കിന് കോടി രൂപ വിലയുള്ള ടാങ്കറും അതിനകത്തുള്ള ഓയിലും പോയാലും വേണ്ടില്ല, നിങ്ങൾ ജീവൻ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യ ജീവന് വില നിശ്ചയിക്കാൻ പറ്റില്ല, കോടാനുകൂടി വില കിട്ടുന്നുള്ള. ഇതിപ്പോൾ പറയാൻ കാരണം, അമേരിക്ക ഇസ്രായേലിലെ കാപ്പിട്ടുപോയ ഒരു പട്ടാള ഉദ്യോഗസ്ഥനെ രക്ഷപ്പെടുത്താൻ വേണ്ടി 35,000 കോടി രൂപയാണ് ചിലവാക്കിയത്. ഒരു മനുഷ്യ ജീവനോടുകൂടി ഉറപ്പുണ്ടായില്ല, രക്ഷിക്കാൻ വേണ്ടി 35,000 കോടി മുടക്കി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യ ജീവൻ്റെ വില മതിക്കാൻ പറ്റാത്തതാണ്, അമൂല്യമാണ് ജീവൻ്റെ വില. അങ്ങനെയെങ്കിൽ ഇവിടെ പ്രധാന ചോദ്യം ഇതാണ്: എറണാകുളം ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റല് എറണാകുളത്തും ജില്ലാ ആശുപത്രി ആലുവയിലും പിന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജും ഇപ്പോൾ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടും എന്നുവേണ്ട ഒരുപാട് സർക്കാർ ആശുപത്രികൾ തന്നെ എറണാകുളത്തുണ്ട്. പക്ഷേ ഇതുവരെ ഒരു ന്യൂറോ സർജനെ അപ്പോയിൻ്റ് ചെയ്തിട്ടില്ല. ഞാൻ പണ്ടെങ്ങാണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഒരു ബോർഡ്, ന്യൂറോ സർജൻ എന്നൊരു ബോർഡ് വെച്ചിട്ട് അത് ഇങ്ങനെ മായ്ക്കുമ്പോൾ മറച്ചായിട്ട് കണ്ടാണ്ട് പണ്ടെങ്ങും ഉണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥമാണ്, ആരുടെ സ്വാധീനത്തിൽപ്പെട്ടാണ് ഇത്രയും വിലയുള്ള മനുഷ്യ ജീവനെ സംരക്ഷിക്കാൻ സാധ്യതയുള്ള സമയത്ത് അറിഞ്ഞോ അറിയാതെയോ, കരുതിക്കൂട്ടാതെയോ, മറ്റുള്ള ആരുടെയെങ്കിലും പ്രലോഭനങ്ങൾ വഴിയോ എന്തുകൊണ്ട് നിർണായകമായ ഈ എറണാകുളം ജില്ലയിൽ ഗവൺമെൻറ് ആശുപത്രിയിൽ ന്യൂറോ സർജൻ ഇല്ല എന്നുള്ള? അപ്പോൾ എത്രയും ഇപ്പോൾ ഏതൊരു ഇലക്ഷൻ നടക്കുകയാണ്, എത്രയും പെട്ടെന്ന് അതിനു വേണ്ടി സംവിധാനം ഉണ്ടാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പം ഞാൻ പറയാൻ കാരണം എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം ഒന്ന് കാല് തെറ്റി വീണു, അന്ന് സാരമില്ലാന്ന് വിചാരിച്ച് പിറ്റേന്ന് നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് എക്സ്റേക്ക് എടുത്ത് മറ്റേതിൽ നോക്കിയപ്പോൾ അല്പം പ്രശ്നമാണെന്ന് പറഞ്ഞ് നേരെ ന്യൂറോ സർജനെ കാണണം. അത് ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലൊന്നുമില്ല, കോട്ടയം മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ലൂർദ് മെഡിക്കൽ ടെസ്റ്റ് അങ്ങനെയാണ്. അങ്ങനെ മെഡിക്കൽ ടെസ്റ്റിൽ പോയി ഒരു 24 മണിക്കൂർ നമ്മൾ നിരീക്ഷണത്തിലിരുന്ന് കുറേയധികം പൈസ ചിലവാക്കി തിരിച്ചു വന്ന് ഏതാണ്ട് ആശ്വാസമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു കാര്യം മാത്രമല്ല പറഞ്ഞത്, എൻ്റെ കാര്യം I am 77. ഇനി എത്ര കാലം, അതുകൊണ്ട് കുഴപ്പം, മരിച്ചു പോയാലും എനിക്ക് ദുഃഖമില്ല, ഒന്നുമില്ല. പക്ഷേ തലമുല ചെറുപ്പക്കാരുണ്ടല്ലോ, ന്യൂറോ എന്നൊക്കെ പറഞ്ഞാൽ ഏത് സമയത്ത് ആർക്കും വരാവുന്നതാണ്, കൊച്ചുകുട്ടികൾക്ക് ഒരു വരാവുന്നതാണ്. തന്നെയുമല്ല, നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ അറിഞ്ഞിരിക്കണം. കേരളത്തിൽ കൊച്ചിയിലാണ് ഹാർട്ട് പേഷ്യൻ്റ് ഉള്ളവരും പ്രായമുള്ളവരും കൂടുതൽ അധിവസിക്കുന്നത്. കാരണം ഇവിടെ ലെവൽ ഭൂമി ആയതുകൊണ്ട് ഹാർട്ട് പേഷ്യൻ്റുകാർക്ക് നടക്കാനൊന്നും ബുദ്ധിമുട്ടില്ല. കോട്ടയോ തിരുവനന്തപുരമോ കോഴിക്കോട് പോലെ നിമ്നോന്നതങ്ങളല്ല, കുന്നും മലയൊന്നുമല്ല, സമനിരപ്പാണ് കൊച്ചി. അത് കൂടുതൽ പ്രായമുള്ളവരും പ്രത്യേകിച്ച് ഹാർട്ട് പേഷ്യൻ്റ് ജീവിക്കാൻ കഴിയുന്നത് കൊച്ചിയിലാണ്. എന്നിട്ട് പോലും അത് ഗവൺമെൻറ് വേണ്ടത്ര ശുഷ്കാന്തി കാണിക്കുന്നില്ല. കാലാകാലങ്ങളിൽ വരുന്ന ആരോഗ്യവകുപ്പ് മന്ത്രിയെ സ്വാധീനിച്ചിട്ടാണ് അത് വരുത്താതിരിക്കുന്നത്. അത് ചെയ്യരുത്, അങ്ങനെ അതിനെ അമാന്ന് വിചാരിക്കുക എന്ന് പറയണം. ഇത് കൂടി ഞാൻ എൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയണം. എനിക്ക് 5 മക്കൾ, ഇപ്പോൾ 10 5 മക്കളും മരുമക്കളും 10 പേരാണ്. ഇത്രയും എക്സ്പെൻസ് ചെയ്ത് അവിടെയൊക്കെ പോകണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ആരും ബുദ്ധിമുട്ടിപ്പിക്കണില്ല, അവിടെ ചെന്നാൽ അറിയാമല്ലോ ലക്ഷങ്ങളാവും എന്നുള്ള അറിയാം. കിടന്നില്ല ഒരു 24 മുടക്കരുതുള്ളൂ. മക്കൾ പറഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എൻ്റെ മക്കൾ, ഞാൻ വളർത്തിയ എൻ്റെ മക്കളും മരുമക്കളും ഉൾപ്പെടെ 10 മക്കളോ, ഡാഡിക്ക് 10 മക്കളുണ്ട്, ഞങ്ങൾക്ക് ഒരു ഡാഡിയുള്ളൂ.
അപ്പോൾ അതിൻ്റെ സംരക്ഷണം സുരക്ഷിതത്വം നോക്കേണ്ടത് ഞങ്ങളുടെ ബാധ്യമാണ്. അതുകൊണ്ട് എന്ത് വന്നാലും വേണ്ടില്ല എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവരെല്ലാം രാത്രി തന്നെ വന്ന് എല്ലാം അന്വേഷിച്ച് വേണ്ടുവെല്ലാം ചെയ്ത് ഇപ്പോഴും അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഗീവ് ആൻഡ് ടേക്ക് പറയും. നമ്മൾ സ്നേഹം കൊടുത്താൽ മാത്രമേ സ്നേഹം കിട്ടുള്ളൂ. നിങ്ങളറിയാമല്ലോ, കല്യാണം കഴിച്ച് 6 മാസം കഴിഞ്ഞ് അമ്മായിയമ്മയും മരുമോളും മകനൊക്കെ എപ്പോഴും ശക്തമായിട്ടാണ്. എനിക്കറിയാവുന്ന ചില വീടുകളിൽ പുതിയ വീട് വെച്ചപ്പോഴല്ലോ അമ്മായിയമ്മയും അമ്മാച്ചനും അങ്ങോട്ടില്ല, അവർ പഴയ തറവാടിലും മക്കൾ ഇവിടെ താമസിക്കണം. അങ്ങനെയൊന്നും വേണ്ട. നിങ്ങൾ മരുമകളെ മകളെ പോലെ കാണുകയും മകൾ അമ്മായിയമ്മയെ അമ്മയെ പോലെ കാണുകയും ചെയ്താൽ ആ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതിന് മറ്റുള്ളവർ സഹായിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ ആമുഖമായിട്ട് പറഞ്ഞോളൂ. നമ്മുടെ വിഷയം യുദ്ധത്തിന് മനസ്സിലായല്ലോ. എത്ര കോടി രൂപയാണ് നശിപ്പിച്ചിരുന്നത്. ഇത് മത്സരിച്ച് നശിപ്പിക്കാമെന്ന് പെട്ടെന്ന് സാധിക്കും. ഒരു ഉറുമ്പിൻ്റെ പോലും ജീവിടാൻ ഇവർക്ക് സാധിക്കും. ഞാൻ പറഞ്ഞു, ഇന്ന് ജീവിച്ചിരിക്കുക 6, 7, 90 വയസ്സ് കഴിഞ്ഞാൽ പ്രായം മുതൽ 2-3 വർഷം പിടിച്ചു നിൽക്കാൻ വേണ്ടി മാത്രമാണ് യുദ്ധം. അല്ലാതെ ജനങ്ങളായിട്ടോ നാട്ടുകാരായിട്ടോ ഒരു വിഷയമുള്ളതല്ല. ഇപ്പോൾ ഇറാനിലൊക്കെ കരിമഴ പെയ്യുന്നു, ഇസ്രായേൽ തകർന്നു, മറ്റ് എങ്ങനെയൊക്കെ ഓരോരുത്തർ രീതിയിൽ കലാഭാവന അനുസരിച്ചാണ് ഇനി വാർത്ത കൊടുക്കുന്നത്. ഏതെല്ലാം ഇതൊരു അത്യാപത്താണെന്ന കാര്യം സംശയമില്ല. എന്താണ് മനുഷ്യൻ ചെയ്യുന്നത്? നമ്മുടെ ഹൃദയം എന്നുള്ളത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇങ്ങനെയായാലും തീർന്ന്. അപ്പം ഞാൻ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കും, ഞാൻ അല്ലെങ്കിൽ എത്ര ആരോഗ്യവാനാണെങ്കിലും ഒന്ന് തല ഇറങ്ങി വീട് കഴിഞ്ഞാൽ അവിടെ വീഴാന്നുള്ളൂ. നിങ്ങളിപ്പോൾ മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ മെഡിക്കൽ ടെസ്റ്റ് ഹോസ്പിറ്റലിൽ ചെന്ന് നോക്ക്, വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുന്ന ഓരോരുത്തരും കണ്ടാൽ സഹിക്കില്ല. അത്ര ക്ഷണികമാണ് ഈ ജീവിതം. ചില അമ്മമാർ പറയാണ്, മകൻ മരിച്ചു ഈ വണ്ടി ആക്സിഡൻറ്റിൽ. അത് പണ്ടാണ്. ഡോക്ടർ എത്ര കോടി വേണം ഞാൻ തരാം, എൻ്റെ മകനെ ഒന്ന് കണ്ണു ഉറപ്പിക്കുന്നു, നടുക്കുമോ? അങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മളെപ്പോലെ പെറ്റു വളർത്തിയാണ് ഈ ആൾക്കാരെല്ലാം. പട്ടാളത്തിന് പോകുന്ന മനുഷ്യല്ലേ. മറ്റ് രാജ്യങ്ങൾക്ക് യുദ്ധം ഒരു ഫാഷനിൽ, നമ്മുടെ രാജ്യത്തിന് യുദ്ധം ഒരു ഫാഷനല്ല. നമ്മുടെ രാജ്യത്തെ പ്രത്യേകത, നമ്മൾ ആർക്കും അങ്ങോട്ട് പോയി യുദ്ധം ചെയ്യില്ല. കാരണം നമ്മുടെ നേതാക്കൾക്കും നമ്മുടെ രാഷ്ട്രതലവന്മാർക്കും അറിയാം നമ്മുടെ പട്ടാളക്കാർ നമ്മുടെ ജീവൻ ഒരുപോലെ വിലയുള്ളതാണ്. അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് പണ്ടും ഇപ്പോഴും ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ അങ്ങോട്ട് ആക്രമിക്കുന്ന ഒരു സ്വഭാവം സാധാരണയില്ല. ഇങ്ങോട്ട് വന്നാൽ അത് തിരിച്ചടിക്കുള്ളൂ. അടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതൊക്കെ ശരി തന്നെയാണ്. ഇത് ഞാൻ വീണ്ടും കേരളത്തിലെ രാഷ്ട്രീയവരാണ്. നാളെ കൊണ്ട് പരസ്യ പ്രചരണം തീരും. പിന്നീട് ഒറ്റ ദിവസം രഹസ്യമായ പ്രവർത്തനം അല്ലെങ്കിൽ ശാന്തമായ പ്രവർത്തനം, അത് ഇനി വോട്ട്. ഇപ്പോൾ വ്യാഴാഴ്ച വോട്ട് തുടങ്ങും. ആരും വോട്ട് ചെയ്യാതിരിക്കരുത്. സ്ഥാനാർത്ഥികളുടെ വ്യക്തിത്വം പാർട്ടികൾ നോക്കാതിരിക്കില്ല, നോക്കി വോട്ട് ചെയ്യണം. പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ പറഞ്ഞാൽ UDF 140 മണ്ഡലത്തിൽ UDF വോട്ട് ചെയ്യണമെന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അതെന്താ വെച്ചാൽ LDF നിലനിൽക്കണമെങ്കിൽ ഇത്തവണ UDF ജയിക്കണം. അതുകൊണ്ടാണ് UDF നിങ്ങൾ വോട്ട് ചെയ്യുന്നത് പറയുന്നത്. അങ്ങനെ ചെയ്ത് LDF നിലനിർത്തുക, അതാണ് ശരി. ചില കാര്യങ്ങൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, ഇതിപ്പോൾ BJPയുടെ പരസ്യം കാണുന്നു, പ്രധാനമന്ത്രി ഫണ്ട് ചെയ്യുന്ന 5000 രൂപയിട്ട് എല്ലാ കേരളത്തിലെ ആൾക്ക് കൊടുക്കുന്നൊരു പരസ്യം കാണുന്നുണ്ട്. അപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ അങ്ങനെ ആനുകൂല്യം പ്രഖ്യാപിക്കാവോ? അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് തന്നെയല്ല, നമ്മുടെ ഗോപാലകൃഷ്ണൻ ഒരു BJPയുടെ നേതാവ് പറഞ്ഞ് ലവ് ജിഹാദ് ഉണ്ട്, ഇരു മുന്നണിയും ലവ് ജിഹാദിന് വേണ്ടി വാദിക്കുകയാണ്. എന്നിട്ട് ഞാൻ ചോദിക്കട്ടെ, BJPയുടെ ആ നേതാക്കളെ, നിങ്ങൾ ഈ ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളെ ഇത്ര താഴ്ന്നവരായിട്ട്, ഇത്ര ബുദ്ധിയില്ലാത്തവരായിട്ടാണ് നിങ്ങൾ ചിത്രീകരിക്കുന്നത്. ഏതെങ്കിലും ഒരു മേത്തിന് അല്ലെങ്കിൽ ഒരു കാക്ക അല്ലെങ്കിൽ ഒരു ജിഹാദി വന്ന് കൈയും കാലും കാണിച്ചാൽ എറിയിപ്പോവാൻ മാത്രമാണ് അവരുടെ സംസ്കാരം. നിങ്ങൾ അങ്ങനെയാണ് വളർത്തിയിരിക്കുന്നത്. മറ്റേതൊരു സമുദായത്തിലെ പെൺകുട്ടികളെക്കാൾ ബുദ്ധിമതികളാണ് ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികൾ. അല്ലെങ്കിൽ ഒട്ടും പുറയിലല്ല.
അങ്ങനെയുള്ള പെൺകുട്ടികൾ ഏതോ താടിക്കാരൻ വന്ന് കൈയും കാലും കാണിച്ച് അവൻ്റെ കൂടെ ഇറങ്ങിപ്പോന്ന് പറയുമ്പോൾ അവരോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ വഞ്ചനയും വിരോധാഭാസവും തെറ്റുമില്ലേ? ആ പെൺകുട്ടികളെ ഇകഴ്ത്തി കാണിക്കല്ലേ? എന്താ നിങ്ങൾ ബുദ്ധിശൂന്യത കാണിക്കുന്നത്? അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുക. സൈഡ് എഫക്റ്റ്, പാർശ്വഫലം മനസ്സിലാക്കുന്നില്ലേ നിങ്ങൾ? ആ പറയുമ്പോൾ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുക? ക്രിസ്തീയ ഹിന്ദു സമുദായത്തിലെ പെൺകുട്ടികൾ ഒന്നിനും കൊള്ളാത്ത വെറും മോശക്കാരായില്ലേ ഇത്? എൻ്റെ BJP നേതാക്കൾ നിങ്ങൾ അങ്ങനെ പറയല്ലേ? ആ പെൺകുട്ടികൾ കഴിഞ്ഞ ആക്ഷേപമാണ്. അപ്പോൾ എന്നാൽ ഒരു നേതാവ് പറഞ്ഞ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് 10 സീറ്റ് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തു, ഇത്തവണ 8 സീറ്റായി കുറച്ച്. മുസ്ലിം ലീഗിന് കുറച്ചില്ലെന്ന് മാത്രം 2 സീറ്റ് കൂടുകയല്ലോ ചെയ്തു, 25-27. അപ്പോൾ ഒരു കാര്യമുണ്ട്, സംഗതി ശരിയാണ്. പക്ഷേ 10 സീറ്റിൽ കൊടുത്തിട്ട് കേരള കോൺഗ്രസ് 2 സീറ്റിൽ ജയിച്ചുള്ളൂ. അത് ഈ കള്ളന്മാർ മനസ്സിലായില്ല. മുസ്ലിം ലീഗിന് 20 സീറ്റ് കൊടുത്ത് 15 സീറ്റും ജയിച്ചിട്ടുണ്ട്. എന്നാൽ മോർ ദാൻ 60%. ഇവിടെ കിട്ടി 20% ആണ്. ജയം ഒരു ഘടകമാണ്. ഇലക്ഷൻ സംബന്ധിച്ച് ജയമാണ് ഘടകം, വേറെ ഒരു ഘടകവും ഇല്ല. ജയിക്കുക തന്നെയാണ്. ഇത് മനസ്സിലാക്കാത്തത്? ഒന്നും മനസ്സിലാക്കാതെ എല്ലാ നിലക്കും പ്രശ്നമുണ്ടാക്കി ബുദ്ധിമുട്ടുമാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാവും, മുഗൾ ചക്രവർത്തിമാരെയൊക്കെ നിങ്ങൾ കുറ്റം പറഞ്ഞ ആൾക്കാരുണ്ട്. അവസാനത്തെ മുഗൾ ചക്രവർത്തി ആയിരുന്നു ബഹദൂർ ഷാ ആയിരുന്നു. ബഹദൂർ ഷാ സഫറിൻ്റെ കൊച്ചുമകൾ അതാണ് സുൽത്താന. ഇന്ന് കഴിയുന്ന എവിടെയെന്നറിയോ? പശ്ചിമ ബംഗാളിലെ ഒരു ചേരിയിലാണ്. ഇന്ത്യ മുഴുവൻ അടുക്കി ഭരിച്ച മുഗൾ സാമ്രാജ്യത്തിൻ്റെ പേരക്കുട്ടിയിൽ കൊച്ചുമകൾ ഇന്ന് കഴിയുന്നത് പശ്ചിമ ബംഗാളിലെ ഒരു ചേരിയിലാണെന്ന് പറഞ്ഞാൽ അവർ എന്തുമാത്രം കട്ടുണ്ടാക്കി. ഒരു പൈസ പോലും കട്ടുണ്ടാക്കിയിട്ടുണ്ടോ? ഒരു പൈസ പോലും വിദേശത്തേക്ക് കൊണ്ടുപോയോ? ഇപ്പം ഞാൻ പറഞ്ഞ മുഗൾ ചക്രവർത്തിമാരെയോ ഒന്നും പുകഴ്ത്തിപ്പേണ്ട കാര്യം നമുക്കില്ല. നമ്മൾ തന്നെ പറയുന്നത്, നമുക്ക് നമ്മുടെ ഇന്ത്യ രാജ്യത്തെ പുകഴ്ത്തിപ്പറഞ്ഞാൽ മതി. പക്ഷെ കാര്യങ്ങൾ പറയണ്ടേ? ഈ ഇന്ത്യ മഹാരാജ്യം അന്ന് പാകിസ്ഥാൻ ബംഗ്ലാദേശ് ചേർത്തുള്ള ബ്രഹ്മാണ്ഡ ഘടകം പോലെ ഈ മുഴുവൻ ഭാരതവും ഇന്ത്യയും അടുക്കി നൂറ്റാണ്ട് ഭരിച്ച, ഇത് 900-1000 വർഷത്തോളം ഭരിച്ച ഈ ചക്രവർത്തിമാരുടെ പേരക്കുട്ടി ഇന്ന് കഴിയുന്നത് പശ്ചിമ ബംഗാളിൽ ഒരു ചേരിയിലാണെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അവർ നമ്മുടെ തലമുറയെ പറ്റിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്തോ? അവരെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അവരിവിടെ ഉള്ളത് ഇവിടെ തന്നെയല്ലേ? അത് തന്നിൽ 1000 വർഷം ഇവർ ഭരിച്ചിട്ട് അതിൻ്റേതായ രീതിയിൽ വളർച്ച മുസ്ലിം സമുദായത്തിലുണ്ടായിട്ടുണ്ടോ? അവർ മതപരിവർത്തനം നടത്തിയോ? ഇപ്പോൾ ഇതൊക്കെ പറയാൻ ഇപ്പോൾ ഒരു പുതിയ ബില്ല് ഗവൺമെൻറ് അവതരിപ്പിച്ചു. അത് 10 വോട്ട് കിട്ടാൻ വേണ്ടിയാണ്. അതുകൂടി കോൺഗ്രസിന് മനസ്സിലാകുന്നില്ല. അതായത് 2% മാത്രമുള്ള ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് കിട്ടിയാൽ എത്ര വോട്ട് കിട്ടും? അതിനകത്ത് ആ വാർത്ത അങ്ങോട്ട് റിലീസ് ചെയ്തുകൂടി പ്രചരിപ്പിച്ചുകൂടി ബാക്കി 20% ന്യൂനപക്ഷം, അപ്പോൾ 22, ബാക്കി 78%ത്തിൽ നിന്ന് അവർക്ക് എത്ര ആനുകൂല്യം കിട്ടും? ആസാം, പശ്ചിമ ബംഗാൾ, കേരളമൊക്കെ അടക്കമാണ്. അത് തന്നെയല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് ഗീതയായാലും ബൈബിളായാലും ഖുർആനായാലും നിങ്ങൾ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയാണ് വിദേശ ഫണ്ട് വരുത്തി ചെയ്യുന്നതെന്ന് പറയുന്നത് ഞാൻ സമ്മതിക്കാം. പക്ഷെ അത് നിങ്ങൾ ഖുർആനും ബൈബിളും ഗീതയും കൊണ്ടുപോകുന്നതിനാണ്. ചോദ്യം അതാണ്, സിമ്പിൾ ചോദ്യമാണ്. ഇപ്പം മദർ തെരേസ ഉൾപ്പെടെ മതപ്രചരണമല്ല നടത്തുന്നത്. 100% മതപ്രചരണമല്ലേ? ഇപ്പം ചില ഗീതയായിട്ട് ചില ഹിന്ദു സഹോദരന്മാർ അവരും മതപ്രചരണമല്ലേ? ഖുർആനായിട്ട് മുസ്ലിങ്ങൾ ചിലർ അതും മതപ്രചരണമല്ലേ? പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ 90% നടത്തുന്നത്, 95% നടത്തുന്നത് സഭയാണെന്നാണ്. സഭയോട് അനുബന്ധിച്ചാണ്. അതെന്ത് നീതിയാണ്? നിങ്ങൾ ബൈബിൾ കൊണ്ടുനടത്ത് മതപ്രചരണം നടത്തിയാൽ ജനസേവനാവില്ല. അത് മതപ്രചരണം തന്നെയാണ്. അങ്ങനെയുള്ള എല്ലാ പ്രചരണവും അത് മുസ്ലിം ആയാലും ഗീതയായാലും ഹിന്ദു ക്രിസ്ത്യാനിയായാലും അത് നിരോധിക്കുക തന്നെ വേണം. ഞങ്ങൾ അത് തന്നെ പറയുന്നത്, നിരോധിക്കുക തന്നെ വേണം. മതപ്രചരണവും പിന്നെ സാമൂഹ്യ സേവനം രണ്ടും വേണ്ട. ഒന്നുകിൽ നിങ്ങൾ സാമൂഹ്യ സേവനം ചെയ്യുക, അല്ലെങ്കിൽ മതപ്രചരണം നടത്തുക. ഇതെന്താ കാര്യം അറിയുമോ? ആതുരാലയങ്ങൾ വഴി, വിദ്യാലയങ്ങൾ വഴി മതപ്രചരണം.
അങ്ങനെ വേണ്ട. അത് നിങ്ങൾക്ക് മാത്രം എന്താണ് ഈ പ്രത്യേകത? ഇപ്പോൾ കവിത തിയേറ്റർ എന്ന് പറയുന്നത് ബാബുസേട്ട് തിയേറ്റർ തുടങ്ങി. ആ തിയേറ്ററിൽ മതപരമായിട്ട് ഒരു ചെറു കൂടെ കാണിക്കാറില്ല. എടപ്പള്ളി ടോളിൽ 2 തിയേറ്റർ തുടങ്ങി, വനിതാ തിയേറ്ററുകാർ തുടങ്ങി. രണ്ടും അവിടെ തുടങ്ങുന്ന ബൈബിളും അല്ലെങ്കിൽ യേശുവിൻ്റെ പാട്ട് വെച്ചാണ്. സിനിമ തിയേറ്റർ ആയിരിക്കണം, സ്കൂൾ വെച്ചാൽ സ്കൂളായിരിക്കണം, ആശുപത്രി. അവിടെ ഒരു കൂട്ട് വെച്ചോടുണ്ടല്ലോ, അത് വേണ്ട. അത് ഇനി RSS അല്ല BJP ആരും സമ്മതിക്കരുത്. ഏത് ജാതിക്കായാലും നിങ്ങൾ മുസ്ലിം ഒരു വിദ്യാലയം തുടങ്ങിക്കോ, ആ വിദ്യാലയത്തിൽ മതം വരുത്തണ്ട. നിങ്ങൾ അപ്പുറത്ത് പള്ളി പണിതോ, അവിടെ കൊണ്ടുപോയിക്കോട്ടെ. ഇപ്പോൾ ക്രിസ്ത്യൻ സഭയിൽ ചർച്ച് നടത്തിക്കോട്ടെ. ഇപ്പോൾ പുല്ലപ്പടി സ്കൂളിൽ പള്ളിയുണ്ട്, അവിടെ പോയിക്കോട്ടെ. അവിടെ നിങ്ങൾ സ്കൂളിലേക്ക് കയറ്റരുത്, ഇപ്പോൾ ആശുപത്രിയിലേക്ക് കയറ്റരുത്. ഈ ക്രിസ്ത്യൻ സഭ നടത്തുന്ന എല്ലാ ആശുപത്രിയിലും, ഇപ്പോൾ ക്രിസ്ത്യൻ സഭ മാത്രമല്ല, ഇപ്പോൾ ഹിന്ദുക്കൾ തുടങ്ങിയിട്ടുണ്ട് പാരായണം. അത് വേണ്ടെന്നേ. അങ്ങനെയുള്ള ആത്മാർത്ഥമായിട്ടാണ് BJP ഗവൺമെൻറ് ഇത് തീരുമാനിച്ചെങ്കിൽ നമ്മളെല്ലാം 100% സപ്പോർട്ട് ചെയ്യും. പക്ഷെ ഇവിടെ അതൊന്നും അല്ല കാര്യം. ഇവിടെ വോട്ട് ബാങ്ക് തന്നെയാണ്. കേരളത്തിൽ ഒരു സീറ്റ് പോലും BJP കിട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, കിട്ടില്ല എന്ന് രഹസ്യാന്വേഷണ വിഭാഗം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളും അതിൻ്റെ പറഞ്ഞു, ഒരൊറ്റ സീറ്റുകളും കിട്ടില്ല. ഇപ്പം എല്ലാ സർവേയും പറഞ്ഞത് 15% താഴെയാണ്. ഒരിക്കൽ 19% കിട്ടി, 18% കിട്ടിയിട്ടുണ്ട്. ഇത്രയും പുണ്യവാളന്മാർ വന്നിട്ടും ഇത്രയൊക്കെ കോടി മുടിക്കിട്ടും 14% താഴെ വരുന്നതാണ്. കാരണം അവിടെ വലിയ കുത്തിത്തിരിപ്പുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ പ്രതീക്ഷ വേണ്ട, പകരം ഇതിൻ്റെ ഫലം ഇവിടെ കിട്ടും. ആസാമിലും പശ്ചിമ ബംഗാളിലും. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ അതുകൂടി പറഞ്ഞ് നിർത്താം, കൂടുതൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടില്ലതല്ല. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇന്ത്യ മുന്നണിയുടെ നേതാവ് രാഹുൽ ഗാന്ധിയും ഖാർഗെയും പ്രിയങ്കയും. ഈ രാഹുൽ ഗാന്ധി 543 സീറ്റുള്ള ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവായ AICC പ്രസിഡന്റായ രാഹുൽ ഗാന്ധി വന്ന് മത്സരിച്ചത് മുസ്ലിം ലീഗിന്റെ കാലിൻ അടിയിൽ വന്നാണ്. അത് എന്ത് പറ്റി? കഴിഞ്ഞ മുമ്പിലത്തെ ഇലക്ഷനിൽ 100ഓളം സീറ്റാണ് കോൺഗ്രസ് പോയത്. കാരണം ഇതങ്ങോട്ട് അന്ന് അതിൻ്റെ പരമാവധി ലീഗുകാരും കൊടിയും കാണിച്ച് ആർഭാടം കാണിച്ച് ആർമാദിച്ചപ്പോൾ ഇതിൻ്റെ വീഡിയോ എടുത്തിട്ട് എല്ലാ വടക്കേ ഇന്ത്യയിലെ എല്ലാ ഹിന്ദു വീടുകളിലുള്ള വ്യക്തികൾക്കും ഇവർ കൊടുത്തു. അങ്ങനെ കൊടുത്തപ്പോയിട്ട് 100ഓളം സീറ്റ് നഷ്ടപ്പെട്ട് കോൺഗ്രസിന് കഴിഞ്ഞ മുമ്പത്തെ ഇലക്ഷനിൽ. ഈ കഴിഞ്ഞ ഇലക്ഷനിൽ അവർ അത്ര ചെയ്തില്ല, ഒരു ചിഹ്നം വെച്ചില്ല. ഒരു ടീഷർട്ട് മാത്രമേ ഉള്ളൂ, രാജീവ് ഗാന്ധി ഫോട്ടോ ടീഷർട്ട് മാത്രം. അതുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് 50 സീറ്റ് കൂടുതൽ കിട്ടി കോൺഗ്രസ്. ഇതെന്തേ കോൺഗ്രസ് മനസ്സിലാക്കാത്തത്? തന്നെയുമല്ല, കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ അന്തർധാര മനസ്സിലാക്കണം. കേവലം ഇന്ത്യയിൽ 2% മാത്രമുള്ള ക്രിസ്ത്യൻ സമുദായം, കേരളത്തിൽ 10% മാത്രം ക്രിസ്ത്യൻ സമുദായം, 5% കൺവേർട്ട് ക്രിസ്ത്യൻ. ഈ 2 പാർട്ടിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പരമാവധി പ്രാധാന്യം കൊടുത്ത് എടുത്തു കാണിച്ചാൽ എങ്ങനെയാണോ ബാക്കി ഈ 98% നിങ്ങൾ അടുക്കുന്നത്? വന്നൊന്ന് എല്ലാം കളഞ്ഞില്ലേ? പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ പോകുന്നു, ആസാമിലൊന്നുമില്ല, ഒരു സ്ഥലത്തും കോൺഗ്രസ് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കേരളത്തിൽക്കാർ അത്ര ഉറപ്പൊന്നുമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കാത്തത് നിങ്ങൾ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ പിന്നെ CPM-ന്റെ സെക്രട്ടറി, ദേശീയ സെക്രട്ടറി കൊടുത്തതിൻ്റെ ബേബിയാണ്. ബേബി പറവൻ നിരീശ്വരവാദി യുക്തിവാദിയൊക്കെയാണ്. 1ാം കത്തോലിക്കാണ്. ആനി രാജ CPI-യുടെ ആനി രാജാരാണ്. ആനി ക്രിസ്ത്യാനിയാണ്. ആനിയുടെ രാജ ഇപ്പോൾ ക്രിസ്ത്യാനി തന്നെയാണ്. കോൺഗ്രസിൻ്റെ ക്രിസ്ത്യൻ ലീഡേഴ്സാണ്. ഈ 2% ഉള്ള ജനങ്ങളിൽ നിന്ന് വന്നുകൊണ്ട് നിങ്ങൾ ഈ പാർട്ടിയുടെ എല്ലാം നേതൃസ്ഥാനത്ത് ഇരുത്തിക്കഴിഞ്ഞാൽ, ഇനി കേരളം എടുത്ത് നോക്ക്, എല്ലാ ചെറുകിട പാർട്ടികളുടെ പ്രസിഡന്റുമാർ ക്രിസ്ത്യൻസാണ്. ഞാൻ പറഞ്ഞത് എനിക്കൊരു ഇഷ്ടക്കുറവില്ല, പക്ഷെ വോട്ടല്ലേ, ഒരു വോട്ടല്ലേ ഒരാൾക്കുള്ളൂ. അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടോ? എന്താണ് ഇന്ത്യ കോൺഗ്രസ് തകർന്നു പോകുന്നത്? അത് നിങ്ങൾ മനസ്സിലാക്കണ്ടോ? 2% മാത്രമുള്ള ക്രിസ്ത്യൻ സമുദായത്തിൽ പരമാവധി ആനുകൂല്യങ്ങളും അവർക്ക് മാത്രം നേട്ടം കൊടുത്താൽ ആ പാർട്ടി വളരില്ല. അത് ഏത് ലോകത്ത്, ഏത് രാജ്യത്തും അതെ, ഇന്ത്യയിൽ മാത്രമല്ല.
അത് നമ്മുടെ കോൺഗ്രസ് മനസ്സിലാകുന്നില്ല. കോൺഗ്രസ് മനസ്സിലാകുന്നത് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിയന്ത്രിക്കുന്ന സവർണ മേധാവികൾക്ക് മനസ്സിലാകുന്നില്ല. അവർക്ക് എന്താ മനസ്സിലാക്കത്ത്? ഇവിടെ സംഘ് പരിവാർ വളരണമെങ്കിൽ ഇത് വേണം, ഈ 2% കയ്യിൽ ഏൽപ്പിക്കണം. ഇപ്പോൾ രാഹുൽ ഗാന്ധി കഴിഞ്ഞ് പ്രിയങ്ക വന്ന്, ഇപ്പോൾ വധേര വന്ന്, പിന്നെ വധേരയുടെ മകൻ വരും. മനസ്സിലായില്ലേ? എങ്ങോട്ട് പോകുന്നു ഇന്റർനാഷണൽ കോൺഗ്രസ്? എങ്ങോട്ട് പോകുന്നത്? ഇതൊന്നും കാണാനുള്ള കഴിവൊന്നും കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മണ്ടന്മാരെ മുസ്ലിം സമുദായത്തിലില്ല. ഞങ്ങളിത് പറയുമ്പോൾ എന്നോട് ചിലപ്പോൾ ദേഷ്യം തോന്നാം, അല്ലെങ്കിൽ എൻ്റെ ഇത് എന്താണ് സ്ഥിതി ചെയ്യുന്നത് കുറക്കാം. അവനെന്താ അങ്ങനെ പറയുന്നത്? എനിക്കെന്താണ്, എനിക്ക് ക്രിസ്ത്യൻ സമുദായം വലിയ എതിർപ്പുണ്ടോ? എനിക്ക് മറ്റേത് സമുദായത്തെ കൂടുതൽ അടുപ്പമുള്ള വർഗ്ഗമാണ്. പല കാരണങ്ങളുണ്ട്. പക്ഷെ അതുകൊണ്ട് കാലം ജനാധിപത്യമാണ് ഇവിടെ സംഘ് പരിവാർ എന്ന് പറയുന്ന ആ പ്രസ്ഥാനം ഇത് കണ്ടില്ലേ? ഓണത്തിന്, ക്രിസ്തുമസിന് ഗ്യാസ് ഓരോന്ന് ഫ്രീ കൊടുക്കാന്ന് പറഞ്ഞു കൊടുക്കില്ല. പക്ഷെ പെരുന്നാളിലൊക്കെ ഒരു മുസ്ലിം സമുദായക്കാരും വിട്ടുപോയി. അപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന, കേന്ദ്രം ഭരിക്കുന്ന BJP അല്ലെങ്കിൽ സംഘ് പരിവാർ മുസ്ലിം സമുദായത്തെ അംഗീകരിക്കുന്നില്ല. അവർ അംഗീകരിക്കുന്നില്ല മാത്രമല്ല, അവർ എന്താ പറയുക, അംഗീകാരം ഇല്ലെങ്കിൽ പിന്നെ എന്താണ്, അടുപ്പിക്കുന്നുമില്ല. അവർക്ക് കണക്കാക്കുന്നില്ല. 20% വരുന്ന ഒരു വിഭാഗം ഇന്ത്യയിൽ ഉണ്ടെന്ന് അവർ ഭരിക്കുന്നില്ല. ഇതൊക്കെ മുസ്ലിങ്ങൾ എന്നാ ഇനി മനസ്സിലാക്കുക? എവിടെ ഇറാൻ നോക്ക്, ഇറാനത്തിന് 10 കോടി താഴെ ഉള്ളൂ. അവർ പിടിച്ചു നിൽക്കുന്നുണ്ടോ? ഇവിടെ 30 കോടി ഉണ്ടല്ലോ ഇന്ത്യയിൽ. എന്നിട്ട് എന്താണ്, എന്തെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ഞാൻ പിന്നെ രാജ്യത്തിനെതിരെ നിൽക്കല്ല, അതാണ് മണ്ടത്തരം. രാജ്യത്തിനെതിരെയോ അല്ലെങ്കിൽ തീവ്രവാദമോ ഭീകരവാദമോ വിഘടനവാദമോ ഒന്നുമല്ല. രാജ്യത്തെ സ്നേഹിച്ചുകൊണ്ട് രാജ്യത്തിൽ എല്ലാവരുമായിട്ട് സഹകരിച്ച് നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. അല്ല, ഒറ്റ കാര്യമാണ് മുസ്ലിം ലീഗ്. എല്ലാ കാര്യവും ശരിയാണ്. അവരിലേക്ക് പല മറ്റ് സമുദായ പാർട്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് വന്നിട്ട് തൽക്കാലം ഒരു ഭരണം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ കൂടാതെ എന്തെങ്കിലും കിട്ടാതിരിക്കില്ല, കോർപ്പറേഷൻ കിട്ടാതിരിക്കില്ല. അതാണല്ല, അത് അടന്നാക്കാന്നില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 2 കാര്യം വേണം. ഒന്ന്, മുസ്ലിം എന്ന പേര് മാറ്റിയിട്ട് നിങ്ങൾക്ക് ദേശീയ താരം ഉണ്ടാക്കിയിട്ട് ഈ ആൾക്കാരൊക്കെ ചേർത്ത് നിങ്ങൾക്ക് കേരളത്തിലെ 1ാം നമ്പർ പാർട്ടിയാകാം, ഇന്ത്യയിൽ 2ാം പാർട്ടിയാകാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മുസ്ലിം എന്ന് തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ 50% മുസ്ലിങ്ങളും ബാക്കി ഒരു 30% ന്യൂനപക്ഷങ്ങളും 20% ഭൂരിപക്ഷ സമുദായത്തിനും ചേർക്കണം. മാക്സിമം 50%. ഞാൻ പണ്ട് ഇവർക്ക് കോൺഗ്രസ് മാണിസാട് പറഞ്ഞാണ്, അവർക്കും താല്പര്യമില്ല. മുസ്ലിം ലീഗ് എന്ത് ചെയ്യണം? അവർ ഭരണഘടന തന്നെ പറഞ്ഞു 50% മുസ്ലിം സമുദായ മെമ്പേഴ്സ്, 30% ന്യൂനപക്ഷങ്ങൾ, ക്രിസ്ത്യാനി അല്ലെങ്കിൽ അങ്ങനെയുള്ള അല്ലെങ്കിൽ 30% ഹിന്ദുസാണ് കൂടുതൽ, ക്രിസ്ത്യാനിക്ക് പിന്നെ കുറവല്ലേ. 30% ഹിന്ദു സമുദായത്തിൽ, 20% ന്യൂനപക്ഷങ്ങൾ, ക്രിസ്ത്യാനി ഉൾപ്പെടെ ന്യൂനപക്ഷങ്ങൾ. അങ്ങനെ പ്രാസം ഒപ്പിച്ച് മെമ്പർഷിപ്പ് കൊടുക്കുക. അതൊക്കെ നല്ലതല്ലേ? ആ മുസ്ലിം എന്ന് പേര് മാറ്റി ദേശീയ കാഴ്ചപ്പാടുണ്ടെങ്കിൽ നിങ്ങൾ നേതാക്കളെ എല്ലാവരും ഉൾക്കൊള്ളാൻ തയ്യാറാണ്. കേരളത്തിൽ നല്ലൊരു ശതമാനം ജനങ്ങളും നിങ്ങളോട് താല്പര്യമുണ്ട്. നിങ്ങളുടെ ആശയത്തെ ഇട്ടാണ്. നിങ്ങൾ വർഗീയവാദികളല്ല, തീവ്രവാദികളല്ല, ഭീകരവാദികളല്ല. കഴിയുന്ന സഹായം ചെയ്യുന്നതാണ്. മറ്റ് പാർട്ടികൾ ചെയ്യുന്ന അഴിമതി ചെയ്യുന്നില്ല. ഇതൊക്കെ ശരിയാണ്, എല്ലാം കറക്റ്റാണ്. പക്ഷെ ഒന്നുകിൽ ആ മുസ്ലിം എന്ന പേര് മാറ്റം, ഇല്ലെങ്കിൽ നിങ്ങൾ 50% മുസ്ലിം മെമ്പർഷിപ്പും ഒരു 30% ഹിന്ദു മെമ്പർഷിപ്പും 20% ന്യൂനപക്ഷ ക്രിസ്ത്യൻ മെമ്പർഷിപ്പും കൊടുക്കണം. അതൊരു ചെയ്യണ്ടേ? ഇനി അതിൽ വേണ്ടി ഒരു 60% ഭൂരിപക്ഷം വേണമല്ലോ. 60% മുസ്ലിം കൊടുക്കുക, ബാക്കി 40% നോൺ മുസ്ലിങ്ങൾക്ക്. അപ്പോൾ ആർക്കും ആകാമല്ലോ, ന്യൂനപക്ഷം കൊടുക്കുക. അങ്ങനെ എന്തെങ്കിലും ഒരു മാറ്റം ചെയ്യത്. അത് തന്നെയല്ല, ഞാൻ ലീഗായിട്ട് ചോദിക്കുന്ന ചോദ്യം നിർത്താൻ പോകണം. ഞാൻ ലീഗായിട്ട് ചോദിച്ചു, ഇടുക്കി ജില്ലയിൽ 17% മുസ്ലിങ്ങളാണ്. അവിടെ ഒരു ജില്ലാ പ്രസിഡന്റ് മുസ്ലിം സമുദായത്തിൽ നിന്ന് വരുമോ? വഹിക്കാൻ പറ്റുമോ? ഒരു മുസ്ലിം സ്ഥാനാർത്ഥി നിർത്താൻ പറ്റുമോ? പറ്റില്ലല്ലോ. ശരി, അതിനേക്കാൾ വളരെ കുറവുള്ള മലപ്പുറം ജില്ലയിൽ നിങ്ങൾ ജോയിയെ കൊണ്ടുവന്ന് ജില്ലാ പ്രസിഡന്റാക്കി. ജോയിയെ കൊണ്ടുവന്ന് ഇപ്പോഴേ KT ജലീലിനെ എതിരെ നിർത്തി. KT ജലീലിനെ എതിരെ നിർത്തിക്കൊണ്ട് മറുനാട് പറഞ്ഞത് ജലീൽ ജയിക്കുള്ളൂ, ജോയി ജയിക്കില്ല. കാരണം ജോയി ക്രിസ്ത്യാനിയാണ്, ക്രിസ്ത്യാനി വളരെ കുറച്ചല്ലേ ഉള്ളൂ. അതൊന്നുമല്ല, മുസ്ലിം സമുദായം അങ്ങനെ ജാതി നോക്കൂല. അങ്ങനെയാണെങ്കിൽ 99% മുസ്ലിങ്ങളുടെ തിരുവരങ്ങാടിയിൽ നിന്ന് അന്തണി എന്ന കത്തോലിക്ക് ജയിപ്പിച്ചില്ലേ, അല്ലെങ്കിൽ നിരീശ്വരവാദി ജയിപ്പിച്ചില്ലേ. അപ്പോൾ മുസ്ലിം സമുദായത്തിന് അങ്ങനെയില്ല. പക്ഷെ ആ ഒരു ആനുകൂല്യം മറ്റൊരു സമുദായത്തിൽ കേരളത്തിലില്ല. നിങ്ങൾ ഏതെങ്കിലും ഹിന്ദു ഭൂരിപക്ഷ മേഖലയിൽ നിന്ന് ഏത് മണി കെട്ടി ഒരു മുസ്ലിം നിർത്തി ജയിപ്പിച്ചെടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായം നിർത്തി ജയിപ്പിച്ചെടുക്കുക സാധിക്കില്ല. നെവർ. അതൊക്കെ വെച്ച് പോയി സമുദായം എത്ര ഉന്നത നിലവാരം പുലർത്താം.
എന്നിട്ട് കുറ്റവർക്കാണ്. മുസ്ലിം എന്ന് കേട്ടാൽ ഇതൊരു അവഹേളന പോലെ അല്ലെങ്കിൽ ഇതാണ്. അതൊക്കെ ചന്തിക്കടികൊള്ളാത്തതുകൊണ്ടോ ഞാൻ പറഞ്ഞ ചില നിരീശ്വരവാദികളൊക്കെ മുസ്ലിം സമുദായം തകർന്നു പോയിരിക്കില്ല, എല്ലാവരും മറിച്ചു പോവാണ്. ഇന്നൊരുത്തി പറയാണ് മുസ്ലിം സമുദായത്തിൽ ടൗണിൽ 40% പോലും ഇല്ല, ബാക്കി നിഷ്പക്ഷമാണ് ഗ്രാമത്തിലുള്ളതൊക്കെ. അങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അവരെയൊക്കെ നട്ടിൽ അല്ലെങ്കിൽ മുട്ടുകാലിൽ അടിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. കാരണം വൃത്തിയോട് പറഞ്ഞ് കാരണം വേണം, തെളിവില്ലാതെ കാര്യം പറയരുത്. അപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കിൽ നിർത്താണ്. നിങ്ങൾക്ക് ഒരായിരം നന്ദി. ജയ് ഹിന്ദ്.